സാന്ത്വനത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രണ്ട് വീട്ടുകാരും തമ്മിൽ നല്ല വഴക്കാണ്. ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് പൈപ്പ് പൊട്ടിച്ചത് എന്തായാലും അവർ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യാങ്കളി വരെ ആവുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലന്റെ ഇളയ പുത്രൻ ആര്യൻ മിത്രയ്ക്ക് വന്ന ആ കല്യാണാലോചന ആ ചെക്കനെ ശരിക്കും അടിക്കുന്നൊക്കെ ഉണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മടിയും തല്ലും വഴക്കും. ആ സമയത്ത് കല്യാണ പെണ്ണ് കാണാൻ വന്ന ചെക്കന്റെ അച്ഛൻ പറഞ്ഞു, മതി നിർത്ത്, ഞങ്ങൾ ഈ വീട്ടിൽ വന്നത് പെണ്ണ് കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ പൈപ്പ് പൊട്ടിക്കാനല്ല. മാത്രല്ല, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയൽവക്കക്കാർ തമ്മിൽ ഇങ്ങനെ വഴക്കുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്റെ മോനൊരു പെണ്ണ് വേണ്ട. ഞങ്ങൾക്ക് അന്തസ്സുണ്ട്, അന്തസ്സും ആഭിജാതിയുള്ള കുടുംബമാണ് ഞങ്ങള്. നിങ്ങൾ അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞ് മോനെയും കൊണ്ട് പോകണ്. ആ സമയത്ത് ഗോമതി രാങ്ങള പിന്നാലെ ചെല്ലുന്നുണ്ട്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവർ കൂട്ടാക്കില്ല, അവർ തിരിച്ചു പോകും. അതോടുകൂടി അവരുടെ വൈരാഗ്യം കൂടുന്നുണ്ട്. അയാൾ നമ്മുടെ ബാലനോട് പറയുന്നുണ്ട്, നീയും നിന്റെ മക്കളും കൂടി എന്റെ മോൾക്ക് വന്ന ഏറ്റവും നല്ലൊരു ആലോചന ഇനി മുടക്കിയത്, ഇതും കൂടി ചേർത്തിട്ടായിരിക്കും ഇനി നിന്നോട് ഞാൻ പകരം വീട്ടുന്നെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അലോകും അതുപോലെ തന്നെ ആര്യനും തമ്മിൽ കയ്യാങ്കളി ആയപ്പോ ആര്യനെ അടിക്കാൻ വേണ്ടി അലോകിനെ പ്രലോഭിക്കുന്നുണ്ട് മിത്ര. ആണാണെങ്കിൽ അടിക്ക് ചേട്ടാ, ഇവന്റെ കരണം നോക്കി അടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി. പിന്നീട് അമ്മ വന്നിട്ടാണ് നിർത്താൻ പറയുന്നത്. നിർത്ത്, ഒരുപാട് വർഷമായി ഞാനിത് കാണുന്നു, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ അമ്മ കരയുന്നുണ്ട്. അത് കണ്ടപ്പോ എല്ലാരും ഒന്ന് അടങ്ങുന്നുണ്ട്. അങ്ങനെ രണ്ട് വീട്ടുകാരും രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. ബാലന്റെ മക്കളോട് ഗോമതി അകത്തേക്ക് കയറി പോകാനും പറയുന്നുണ്ട്. മറ്റവരെ പിടിച്ച് അവരും പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും വഴക്കാവുന്നുണ്ട്. അകത്ത് കയറിയിട്ടും ഇത് തന്നെയാണ് ചർച്ച. നിന്റെ ആങ്ങളമാര് എന്നോട് പറഞ്ഞതൊക്കെ. അതിനിടയ്ക്ക് ബാലൻ അനാഥനാണെന്ന് പറഞ്ഞ് ഒരുപാട് കുത്തി നോവിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഗോമതി അവരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. മക്കളും പറയുന്നുണ്ട്, എന്റെ അച്ഛൻ എങ്ങനെ അനാഥനാവും, ഞങ്ങൾ ഇത്രയും മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ അച്ഛൻ അനാഥനൊന്നല്ലാന്ന് ആര്യനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടു കൂട്ടരും അകത്ത് ചെന്നിട്ടും ഇതേ തന്നെയായിരുന്നു സംസാരം, വഴക്കും വക്കാണും ഇതിനെ കുറിച്ച് പറഞ്ഞിലും. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. ഈ ജീവിതത്തിൽ ഒരിക്കലും ഇവർ ഒന്നാവൂല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഗോമതിയുടെ വീട്ടിലും അമ്മ കരയിന്. എന്തായാലും ഇത്രയും നാളായില്ലേ, ഇനി ഒരു പ്രതീക്ഷയില്ല. അവൻ ഇവിടെ വന്ന് താമസിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയും വഴക്കുണ്ടാക്കുന്നത്. ഗോമതി ഇറങ്ങിപ്പോയപ്പോൾ പോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചതല്ലേ, അങ്ങനെ വിചാരിച്ചത് കൊണ്ടല്ലേ നമ്മൾ ക്ഷമിച്ചതും. പക്ഷെ അവൻ നമ്മളെ വീടിന്റെ ഉമ്മർത്ത് തന്നെ വന്നു കഴിഞ്ഞിട്ട് പെര വെച്ച് താമസിക്കുകയും ചെയ്തു അവിടുന്ന്. അപ്പൊ ഒരു ചേട്ടത്തി പറയുന്നുണ്ട്, ഒരല ഇവിടെ വീണാലും ഒരല അവിടെ പറന്നു വീണാലും ഇവിടെ വഴക്കണ് സ്ഥിരം എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇളയ നാത്തൂൻ ഇതൊന്നും പ്രശ്നമാക്കുന്നില്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി നിൽക്കണ്. അതിനിടയ്ക്ക് വീണ്ടും ബാലനൊക്കെയാണ് കാണിക്കുന്നത്. ബാലൻ അതിനിടയിലും മക്കളോട് നല്ല സ്നേഹത്തോടൊക്കെ പെരുമാറുന്നുണ്ട്. മക്കളോട് കോളേജിലൊക്കെ പോകാനും കുളിക്കാനൊക്കെ പറയുന്നുണ്ട്. ആനന്ദിനോട് തലയിൽ എണ്ണയൊക്കെ തേച്ച് നല്ല വൃത്തിയായി നടക്കാനൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങനെ ബാലൻ പോകുന്നുണ്ട്. ബാലൻ പോയി കഴിഞ്ഞപ്പോൾ വീട് നല്ല സമാധാനമാവുന്നുണ്ട്. അങ്ങനെ ഗോമതിര ആങ്ങള പറയുന്നുണ്ട്, ഏട്ടൻ പോയപ്പോ അളിയൻ പോയപ്പോ ഭയങ്കര സമാധാനല്ലേ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ, അതേടാ നീ ഇങ്ങനെ പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ചേച്ചിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ആ വീട്ടിലെ ഇളയ പുത്രനായ ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത്. എനിക്ക് എന്തായാലും അളിയനേക്കാളും എല്ലാരേക്കാളും ഈ ലോകത്ത് വലുത് എനിക്ക് ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ പോന്നതെന്ന് പറയുന്നു. ആ സമയത്ത് ആര്യം പറയുന്നുണ്ട്, എനിക്ക് അവളെ ഏറ്റവും കണ്ടുവിടാത്തത്, അവൾക്ക് സാമർത്ഥ്യം കണ്ടില്ലേ മിത്രയ്ക്ക്, അവളെ മോന്തയ്ക്കിനൊന്ന് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഗോമതി ആങ്ങള പറയുന്നുണ്ട്, നിന്റെ അമ്മ പഴയ മിത്രയായിരുന്നു, ഇതേപോലെ ആയിരുന്നു നിന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അമ്മനെ അവളോടൊന്നും ഉപമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. മതി, എല്ലാരും കൂടി കോളേജിലൊക്കെ പോകാൻ പറഞ്ഞ് ഓരോരുത്തരെ വഴിക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ അനുകൂട്ടിയും പറയുന്നുണ്ട്, കോളേജിൽ പോണ വഴിക്ക് അച്ഛന്റെ കടയിൽ ഒന്ന് കയറണം, എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലന്റെ കടയിന്. അവിടെ കച്ചവടമൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് ആര്യനും അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. 300 രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു 100 രൂപയും കൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ആര്യനോട് പറയുന്നുണ്ട്, കോളേജിൽ പോകാൻ സമയമായിട്ടില്ല, പോണ വഴിക്ക് കുറച്ച് സാധനങ്ങൾ ഒരു കടയിൽ ഇറക്കാനുണ്ട്, അതുകൊണ്ട് നീ ആ സാധനങ്ങളൊക്കെ ഇറക്കാൻ പറയുമ്പോൾ അവന് വിഷമാവുന്നുണ്ട്. കാരണം കോളേജിലേക്ക് പോണ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. എന്നാലും അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യുന്നത് കാരണം കൊണ്ട് അച്ഛനെ പേടിന്. ആ സമയത്ത് ചുമടൊക്കെ ആയിട്ട് നമ്മുടെ ആര്യൻ ഇറങ്ങി വരുന്ന സമയത്ത് മിത്രയുടെ കൂട്ടുകാരിയും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. കൂട്ടുകാരിക്ക് കടയിലൊന്ന് കയറണായിരുന്നു, ആ കട കൊള്ളൂലെന്ന് മിത്ര പറഞ്ഞാലും അത് നീ മാത്രമേ പറയുള്ളൂ ഈ ഭാഗത്ത്, ബാക്കി എല്ലാവർക്കും ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനില്ല, പ്രത്യേകിച്ച് അവൻ അവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് കൂട്ടുകാരനോട് പോകാൻ പറയുമ്പോൾ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആര്യൻ തലയിൽ ചുമടൊക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോ
ശരിക്കും മിത്രയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആര്യന് വല്ലാത്തൊരു വിഷമാവുന്നുണ്ട്. ഇതൊരു ജോലിക്കാരനെ പോലെയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മുടെ മിത്ര ആര്യന്റെ മുഖത്ത് നോക്കി പുച്ഛത്തോടെ കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ആര്യന് വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.